എന്താ ഒരു ബഹളം? നീലിയമ്മ കോപിച്ചിട്ടാണല്ലോ. അതെ, ദേഷ്യത്തിലാ. ചിലപ്പോ ഞാൻ തുണി അഴിച്ചിട്ട് ചാടും. നീ ആരാ ചോദിക്കാൻ? ഞാൻ വെറുതെ ലോഹ്യം ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ഒരുത്തിന് എന്റെ അടുക്കളയിൽ വന്ന് ലോഹ്യം ചോദിക്കാൻ വരണ്ട. അയ്യോ, വെട്ടി തുണ്ടാക്കും ഞാൻ. ഭ്രാന്ത് പിടിച്ചോ? അതെ, പ്രാന്തിയെ പിടിച്ച് ചങ്ങലക്കിട്. ക്ലാസ്സിൽ ഞാൻ അവളോട് അപ്പളേ പറഞ്ഞല്ലേ. ഇവിടെ ജോലി ചെയ്യാൻ നീ അനുവദിക്കില്ല അല്ലടാ. നീ എന്താടാ വിചാരിച്ചിരിക്കുന്നത്? നാറി കുടിച്ച് ലക്ക് കേട്ടാൽ എന്ത് തെമ്മാടിത്തരം കാണിക്കാവുന്ന. കള്ളു കുടിച്ച വയറ്റിൽ കിടക്കും. നീയൊക്കെ എന്താ വിചാരിച്ചത്? എന്നെ ഇവിടെ വെച്ച് വെറുപ്പിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇടിച്ചതിന്റെ നെഞ്ച് ഞാൻ കലക്കി വിളിച്ചോടെ പോകട്ടെ ഇവനെ. ഇനി നിന്നാ ഇവ എന്റെ കൈക്ക് പണിയുണ്ടാക്കും പട്ടി. കുട്ടി പോയിക്കോ. ഇങ്ങനെയുള്ളവരുടെ കൂടെ കൂടിയ വീട്ടിൽ നിന്ന് വഴക്ക് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വന്നോളാം. കുട്ടി പോയിക്കോ. ഞങ്ങളെല്ലാരും കൂടെ ഒന്ന് കൊന്നതാ. അയ്യോ, നീ എന്റെ മോളാടാ, എന്റെ പൊന്നു മോള്. എനിക്ക് കൊല്ലാനാവില്ലടാ. നീ എന്താ അകത്ത് വരാതെ ഇവിടെ വന്നിരിക്കുന്നേ? അയ്യോ, എവിടെ നിന്റെ പാദസരം? അത് വാങ്ങി തന്ന ആള് എന്നെ ഇല്ലാതാക്കി. എന്താ ഉണ്ടായേ? കൂടെ പണിയെടുക്കുന്ന ആ തടിമാടല്ലേ ജോസഫ്. ഞാൻ വരുമ്പോ കവല കിടന്നയാളുടെ തല്ല് വാങ്ങി കൂട്ടുവരുന്നു. ഞാൻ കാല് പിടിച്ച അയാളിന്ന് രക്ഷിച്ച്. അതിനിടെ പാദസരം പോയി. എന്നിട്ട് ആളെവിടെ? പാതി വഴി വരെ കൊണ്ടുവന്നു. ചാരായക്കടയുടെ മുന്നിലെത്തിയപ്പോ മട്ടുമാറി. എനിക്ക് ചിലത് പറയാനുണ്ട്. ഒരുപാട് ആലോചിച്ച് ഞാനെടുത്ത തീരുമാനമാണ്. എതിര് പറയണ്ട. എതിര് നിന്നാൽ ഇവിടെയുള്ള എല്ലാറ്റിനും വിഷം കൊടുത്ത് ഞാനും ചാവും. വേറെ പെണ്ണ് തേടി അലയണ്ട. നിങ്ങൾ കലയെ കെട്ടണം. ഞാനവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ ഇങ്ങനെ കണ്ടോണ്ടിരുന്നാ മതി. ഞാനിവിടെ എവിടെയെങ്കിലും ഒതുങ്ങിക്കോളാം. എതിര് പറയരുത്. നിനക്ക് ഭ്രാന്തായോ? എന്റെ മനസ്സിൽ ഞാൻ അവൾക്ക് കൊടുത്തിട്ടുള്ള സ്ഥാനം എന്താ നിനക്കറിയാമോ? ഈ കൈകളിൽ കിടന്ന് വളർന്ന കുഞ്ഞാവള്. നാട്ടുകാരും മാധവൻ ഡോക്ടറും സാറുമാരും എല്ലാം അവളുടെ ഭാവിയെ കുറിച്ച് പറയുന്നത് എന്താ? നീ അവളെ കുറിച്ച് ഒരു സ്വപ്നവും കാണാറില്ലേ? സ്വപ്നം മണ്ണാങ്കട്ടം. മിണ്ടരുതാ കാര്യം. സ്വപ്നം കാണണം പോലും. ഒന്നോർത്തോ, നീല വെറുവാക്ക് പറയാറില്ല. എന്താ മോനെ ഇത്?